എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഇന്ന് ഉത്സവമാണ്. ഉത്സവത്തിൻ്റെ 8ാം ദിവസമാണ് ഇന്ന്, അതായത് പള്ളിവേട്ട ദിവസമാണ്. ആ പള്ളിവേട്ട ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് ക്ഷേത്രം വളരെയധികം അലങ്കരിച്ചിട്ടുണ്ട്. ഇത് പടിഞ്ഞാറ് നടപ്പന്തലാണ്. പടിഞ്ഞാറൻ നടപ്പന്തൽ അതിമനോഹരമായിട്ട് അലങ്കരിച്ച ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തർ ദർശനത്തിന് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി ഭക്തർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു സ്ഥലത്ത് സദ്യക്കുള്ള തയ്യാറെടുപ്പാണ്. അവിടെ പച്ചക്കറികളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിരവധി അമ്മമാരാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് വാഴയില, സദ്യക്കുള്ള വാഴയിലയാണ്. വാഴയില റെഡിയാക്കുന്ന ജോലിക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇത് ക്ഷേത്രത്തിൻ്റെ തെക്കേ നടപ്പന്തലാണ്. തെക്കേ നടപ്പന്തലും ഇതുപോലെ തന്നെ വളരെയധികം ഭക്തർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് നിരവധി പേര് പുറത്തേക്കും പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ തെക്കേ നടപ്പന്തലാണ്. തെക്കേ നടപ്പന്തലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായിട്ട് ഉണ്ണിക്കണ്ണൻ്റെ രൂപം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിരവധി ഭക്തർ അവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയാണ്. ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ അത് സ്ഥിരമായിട്ട് അവിടെ ഉള്ളതാണ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ മരപ്രഭുവിനെയും ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇതെല്ലാം എപ്പോൾ വന്നാലും കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഗജരാജൻ കേശവൻ. അദ്ദേഹത്തിൻ്റെ ആനയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അതവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി കച്ചവടക്കാർ നമുക്ക് കാണാൻ സാധിക്കും. വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഭക്തരെ ആകർഷിക്കുന്ന രീതിയിൽ അവരുടെ സാധനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. നിരവധി സാധനങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെറ്റിപ്പട്ടം മുതലായവ, പിന്നെ അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ നിരവധി ഫോട്ടോകൾ, ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോകൾ, വിളക്കുകൾ, അങ്ങനെ നിരവധി സാധനങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗമാണ്. ഇവിടെ ഭയങ്കര ഭക്തജന തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. തിരക്കുള്ള ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ നല്ല മുഹൂർത്തമുള്ള ദിവസങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ 250 മുതൽ 300 വരെ വിവാഹങ്ങൾ ഒരു ദിവസം നടക്കും. പക്ഷെ ഇപ്പോൾ മുഹൂർത്തത്തിൻ്റെ കാലമല്ലാത്തത് കൊണ്ട് തന്നെ വിവാഹങ്ങൾ കുറവാണ്. എന്നിരുന്നാലും വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പുതുമണവാളിനും മണവാട്ടികളൊക്കെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ ഭക്തർ അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ദർശനത്തിനായിട്ട്
നിരവധി ഭക്തർ ക്യൂവിൽ ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ നീണ്ട ഒരു ക്യൂ ആണ് ഇപ്പോൾ ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അവസാനം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അത്രയധികം ജനപ്രവാഹമാണ്. ജനങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് അവരുടെ ഊഴം കാത്ത് ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറേ ഭക്തർ അതുപോലെ തന്നെ അവർ ദർശനം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് ക്യൂവിലിരിക്കുന്ന ഭക്തജനങ്ങളാണ്. ഗുരുവായൂരിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പൂക്കച്ചവടം, അതുപോലെ തന്നെ കദളി കൊലകൾ, അതുപോലെ തന്നെ സ്വീറ്റ്സ്, മധുരപലഹാരങ്ങൾ, അലുവ, പപ്പടം മുതലായ സാധനങ്ങളും വിൽപ്പനയ്ക്ക് വളരെ അടക്കും ചിട്ടയോടും കൂടി തന്നെ എല്ലാ ഷോപ്പിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ നിരവധി സ്റ്റാച്യുകളും വിൽക്കുന്ന കടയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിരവധി സ്റ്റാച്യു കാണാനുണ്ട്. അതുപോലെ തന്നെ ഇത് തുണിക്കടയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടപ്പന്തലാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ഹോട്ടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് വലിയൊരു നിലപ്പന്തൽ ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഗുരുവായൂർ ക്ഷേത്രവുമായി ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഭക്തജനങ്ങൾ നിർമ്മിച്ച സാധനങ്ങളാണ്. മറ്റൊരു ഭാഗത്ത് ഉണ്ണിക്കണ്ണൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു പന്തൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഭക്തരുണ്ടാക്കിയതാണ്. ഇത് പുഷ്പോത്സവം നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കവിടെ കടക്കാൻ സാധിച്ചില്ല. അത് തുറക്കുള്ള സമയമായിട്ടില്ല. മറ്റൊരു പ്രത്യേകതയാണ് ഇത് മഞ്ജുളാലാണ്. ഇത് ഗരുഡൻ്റെ വലിയൊരു പ്രതിമയും നമുക്കവിടെ കാണാൻ സാധിക്കും. നിരവധി ഭക്തജനങ്ങൾ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതും നമുക്ക് സാധിക്കും.